25 ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം. സൗജന്യ മരുന്നുകൾക്കായിട്ട് എത്ര കോടി രൂപ കൂടി നൽകിയെന്ന് പറയാമോ? 25 ലക്ഷത്തിൽ 17,000 രോഗികൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ളത്. ഈ 4 വർഷം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 7,708 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. സർ ഒരു വർഷം സൗജന്യ മരുന്നിനു വേണ്ടി ഏതാണ്ട് 650 മുതൽ 700 കോടി രൂപ വരെ KMCL സാർ അത് വാങ്ങിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ സാർ, എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡയാലിസിസിന് സർക്കാർ സംവിധാനത്തിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ സാർ 1,500 മുതൽ 2,000 രൂപ വരെയാകും. 9 വർഷം മുൻപ് സാർ 12 ഡയാലിസിസ് സെന്റേഴ്സ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രി തലം മുതലാണ് ഡയാലിസിസുകൾ സ്ഥാപിച്ചു വരുന്നത്. 112 ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക സാർ? പുറത്ത് 1,500 മുതൽ 2,000, 1,500 കണക്കാക്കിയാൽ 3 ഡയാലിസിസ് ഒരു മാസം ചെയ്താൽ സാർ 4,000, ഒരു ആഴ്ച ചെയ്താൽ 4,500 രൂപ. അപ്പോൾ ഒരു മാസം എത്ര രൂപ ഒരു വ്യക്തിക്ക് ചെലവാകും സാർ? അവിടെയാണ് സൗജന്യമായി സർക്കാർ ആശുപത്രികളിലൂടെ ഡയാലിസിസ് ഒരുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇതാണ് കേരളത്തിൽ ആളുകൾക്ക്, രോഗികൾക്ക് അനുഭവവേദ്യമാകുന്ന ചികിത്സയിലുള്ള മാറ്റം. മാത്രമല്ല, ഒരു അത്ഭുതമാണ് ഈ കാരുണ്യ ലോട്ടറി. 5 പൈസ ട്രഷറിയിൽ നിന്ന് തൊടാതെയാണ് ഇത്രയും പേർക്ക് പുണ്യം ചെയ്യുന്നത്. അത് പറയാതെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ പെട്ടെന്ന് അങ്ങനെ മനസ്സിൽ തോന്നിയത്. എത്രയോ പേര് ക്യാൻസർ രോഗം, വൃക്ക രോഗം, ഇപ്പം ഡയാലിസിസ് ഒക്കെ ആണെങ്കിൽ എന്തോ രൂപ വേണം, 2,000 രൂപയെങ്കിലും ഒരു ഡയാലിസിസിനാവും. അങ്ങനെ ഈ പാവപ്പെട്ട കുടുംബങ്ങൾ എങ്ങനെ ഇത് നടത്താനായിട്ട് അവർക്ക് എന്ത് വിഷമമുണ്ട്? ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇവർക്ക് വേണ്ടി ഒരു ഭാഗ്യക്കുറിയൊക്കെ നടത്താൻ കിട്ടുന്ന വരുമാനം അവർക്ക് വേണ്ടി കൊടുക്കാം. അങ്ങനെയാണ് കാരുണ്യ സ്കീം എൻ്റെ മനസ്സിൽ വന്നത്. ഒരു വെളിപാട് പോലെ, ഒരു കറക്റ്റ് വേട, ഒരു റെവലേഷൻ, പെട്ടെന്നൊരു വെളിപാട് പോലെ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ പ്രഖ്യാപിച്ചത് ആ കാരുണ്യ. നമുക്ക്